ഹായ്, റാം ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത്. അതായത് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, 60 വയസ്സാവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒന്ന് കൂടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന എല്ലാവരും ഉണ്ട്. അച്ഛനും കുഞ്ഞാവയും നന്ദും അണ്ണനും പിള്ളേരും എല്ലാവരും കൂടെ കൂടി അത് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാവിടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരും ഉണ്ടായിരുന്നു. അവരും കൂടെ കൂടി എല്ലാം സെറ്റാക്കി. പിന്നെ കേക്കൊക്കെ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് ബിന്ദു ചേച്ചിയുടെ വകയാണ്. അപ്പോൾ ഇതാ വരുമ്പോൾ 1 മണിയാകുമ്പോഴത്തേക്കിന് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആ പരിപാടിയായിരുന്നു. അണ്ണൻ്റെ വകയായിരുന്നു റൈസൊക്കെ. അപ്പോൾ ചിക്കനും എല്ലാം റെഡിയായി. പിന്നെ ദമ്മും കൂടെ ആക്കിയാൽ മതി. രാവിലെ തുടങ്ങിയ പരിപാടിയായിരുന്നു. അപ്പോഴത്തേക്കിന് വെളിയിലാണ് വെച്ചത്. 10-35 പേര് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിയിൽ ആകുമ്പോൾ നമുക്ക് സൗകര്യം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വെളിയിലാക്കി. റൈസൊക്കെ ഓക്കെ ആയി. ഇനി നമുക്ക് സലാഡും പപ്പടം കൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ. വലിയ പരിപാടിയായിട്ടൊന്നുമില്ല. ചെറിയൊരു പ്രാർത്ഥന വെക്കുന്നുണ്ട്. ഇപ്പം ചർച്ചയിൽ നിന്ന് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. എന്നെ നടത്തി ഇന്നയോളം എന്നെ പുലർത്തി എന്റെ യേശു എത്ര നല്ലവൻ, യേശുവെന്നും മാതിരിയായോ. കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. പക്ഷെ ഒരു ഫോൾട്ട് മാത്രമേ ഉണ്ടായെന്ന് വെച്ചാൽ മെഴുകുതിരി ഊതിക്കെടുത്തിയില്ല. അത് ആരും ഒട്ടും ശ്രദ്ധിച്ചുമില്ല. എല്ലാവരും ആ കാര്യം വിട്ടുപോയി. കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഇത് എല്ലാവരും ശ്രദ്ധിച്ചത് തന്നെ. ഇതാ കുഞ്ഞാവിടെ ഫ്രണ്ട്സാണ്. എല്ലാവരെല്ലാം ഭയങ്കര പൊളിയായിരുന്നു. എല്ലാവരും ഇവരോടുള്ളതുകൊണ്ടായിരുന്നു നല്ല രസം. പിന്നെ ലിജു ഉണ്ട്, മുത്തും ശ്യാമും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ കൂടി നല്ല ഓളമായിരുന്നു സത്യം പറഞ്ഞാൽ. ചുങ്കച്ചോറ് നൽകുന്ന മറ്റൊരു സമ്മാനം, ജോസ്കോ ജ്വല്ലസ് നൽകുന്ന മറ്റൊരു സമ്മാനം. അമ്മാമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞങ്ങളൊരു പരിപാടി സംഘടിപ്പിക്കുന്നതൊക്കെ. അത് നല്ല എന്താ പറയുന്നത്, ഭയങ്കര ഹാപ്പിയായിരുന്നു എല്ലാവരും. അമ്മമ്മ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഒരുപാട് ഗിഫ്റ്റൊക്കെ കിട്ടി. ഇത് ലിജുവിൻ്റെ വകയാണ്. മുത്ത് കൊടുക്കാൻ, കുഞ്ഞിനെ കൊണ്ട് കൊടുപ്പിക്കാൻ നോക്കിയിട്ട് അവൻ സമ്മതിച്ചില്ല, കൊണ്ടു കൊടുക്കാൻ പറ്റില്ല. പിന്നെ അവൾ തന്നെ കൊടുത്തു. വളരെ സാരി. പിന്നെ അച്ഛൻ്റെ പെങ്ങളുണ്ടായിരുന്നു. പെങ്ങൾ വന്നപ്പം പെങ്ങളോ അമ്മമ്മയ്ക്ക് വൈറ്റ് സാരി കിട്ടിയില്ല എന്നുള്ള കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയില്ല, കംപ്ലൈൻ്റ് അല്ല. അപ്പോൾ അതും കിട്ടി കേട്ടോ. അത് ഷീബ ചേച്ചിയുടെ വകയായിരുന്നു.
അപ്പോൾ ഇതാ റൈസൊക്കെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുവാണേ. ലിജു അണ്ണനും കൂടി ഇവിടെ ഇരുന്ന് കഴിച്ചു. കുറേ പേര് അപ്പുറത്തുണ്ടായിരുന്നു. അത് ശ്യാമും മൊത്തം കൂടെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ പിള്ളേരെല്ലാം ദാ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. ഇവരായിരുന്നു ഇവിടെ ഇളക്കി മറിച്ചത്, ഇത്രയും പേരും. പിന്നെ നന്ദുവും കാർത്തിക്കും നന്ദുവിൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. പിന്നെ അപ്പച്ചി വന്നു. എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഇതുപോലെ ഒരു ഉരുള എല്ലാവർക്കും ഉള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയായിരുന്നു. പിന്നെ അമ്മമ്മയുടെ വകയെ മാറ്റി കൊടുത്തു. എല്ലാവരും കൂടെ കൂടി നിന്ന് ഫുഡൊക്കെ കഴിച്ചു. കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞായപ്പോൾ ഞങ്ങൾ കനാലിൽ പോയി. അവിടെ പോയിരുന്നിട്ട് നമ്മുടെ പ്രകൃതി രമണീയമായിട്ടുള്ള നമ്മുടെ പാടശേഖരമൊക്കെ കണ്ടു. അവിടെയൊക്കെ പോയി കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. അതിന് തന്നെയല്ല പോയത്, ആടിന് പോച്ച പറിക്കണമായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പം പിന്നെ അവിടെയൊക്കെ ഒന്ന് കറങ്ങിയടിച്ച് നടന്നു, കുറേ ഫോട്ടോയൊക്കെ എടുത്തു. ദാവന് വാഴത്തോട്ടത്തിൽ കൂടെ ഒന്ന് ഓടി വരുമായിരുന്നു. അപ്പം ഞാൻ വെറുതെ ഒന്നെടുത്താണ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് ചായ കുടിയൊക്കെ കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേക്കിന് എല്ലാവരും കൂടി ഭയങ്കര പാട്ടും ബഹളവും അന്താക്ഷരിയായിരുന്നു. ഇത് സൂര്യനെ കാണിക്കാണ്. ഇതാണ് സൂര്യൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പം സൂര്യന് സർപ്രൈസ് കൊടുക്കാനായിട്ട് പിള്ളേരെല്ലാവരും കൂടെ ഇന്നലെ, അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല, നമ്മൾ അടുത്ത ദിവസം ഇട്ട് കാണിക്കാണ്. അപ്പോൾ അവന് സർപ്രൈസ്